സ്നേഹം തന്നെയായ ഈശോ സ്വയം ശൂന്യനാക്കി എളിമയിൽ നിറഞ്ഞ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ മറിയത്തിൻ്റെ ഹൃദയം വിമല ഹൃദയമായി മാറി. പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചത്. അതിനാൽ മാതാവിൻ്റെ ആത്മാവും മനസ്സും ശരീരവുമെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ഇപ്രകാരം പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിൻ്റെ കോട്ടയായി മാറി. വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെടുന്ന ആത്മാക്കളെ പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിൽ വാഴുന്ന പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് തനിക്ക് സമർപ്പിക്കപ്പെട്ട വ്യക്തികളെയും സമൂഹങ്ങളെയും ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരാത്മാവും നശിച്ചു പോവുകയില്ല. വലിയ പാപത്തിൽ വീണുപോയ വ്യക്തിയാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ ആ വ്യക്തിയെ സ്വർഗത്തിൽ അമ്മ എത്തിച്ചിരിക്കും. അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ സാത്താന് ഒരു അവകാശവുമില്ല. ഈ പുണ്യദിനത്തിൽ നമുക്ക് കഴിയുന്നത്ര വ്യക്തികളെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാം. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.